എറണാകുളം, ഇടുക്കി ജില്ലകളുടെ അതിർത്തി പ്രദേശമാണ് മൂവാറ്റുപുഴ. അതുകൊണ്ട് തന്നെ ഇവിടം ഒരു ഗ്രാമീണ കാർഷിക മേഖലയുമാണ്. മൂവാറ്റുപുഴയിലെ കല്ലൂർ പഞ്ചായത്തിലാണ് ഈ നൂതന സംരംഭമായ പോളി ഹൗസ് അക്വാപോണിക്സ് നിർമ്മിച്ചിരിക്കുന്നത്. ആത്മയുടെ സഹായത്തോടെ തുടങ്ങിയ ഈ സംരംഭം ഇന്ന് ആത്മയുടെ ജില്ലാ പഠന കേന്ദ്രം കൂടിയാണ്. പോളി ഹൗസും അക്വാപോണിക്സും ഇന്നും ജനകീയമായിട്ടില്ലെങ്കിലും പോളി ഹൗസിനകത്ത് അക്വാപോണിക്സ് എന്ന ആശയം ഒരുപക്ഷെ കേരളത്തിൽ ആദ്യത്തേതായിരിക്കും. പരമ്പരാഗത കർഷക കുടുംബത്തിൽ ജനിച്ച ജോയി കുന്നേൻ അധ്യാപന ജീവിതം കഴിഞ്ഞ് ഇപ്പോൾ മുഴുവൻ സമയ കർഷകനായി മാറിയിരിക്കുന്നു. ഇദ്ദേഹം അലങ്കാര മത്സ്യകൃഷിയാണ് കഴിഞ്ഞ 8 വർഷമായി ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നിന്നാണ് പോളി ഹൗസ് അക്വാപോണിക്സ് എന്ന ആശയം ഉദിച്ചത്. ഒരു വർഷമായി ഇദ്ദേഹം പോളി ഹൗസിനകത്ത് അക്വാപോണിക്സ് ചെയ്തു വരുന്നു. പോളി ഹൗസിനകത്ത് ധാരാളം ടാങ്കുകളും അതിലെല്ലാം അലങ്കാര മത്സ്യവും ഇരിക്കുന്നു. ഒരു ടാങ്കിൽ സാമാന്യം വലിയ തിലോപ്പിയയെ ഇട്ടിരിക്കുന്നു. ടാങ്കിന്റെ മുകളിൽ PVC പൈപ്പ് ഘടിപ്പിച്ച് അതിൽ ചെറിയ മെറ്റൽ നിറച്ചിരിക്കുന്നു. ഇതിലാണ് 180 ചുവട് പയർ നട്ടിരിക്കുന്നത്. പയറ് പടർന്നു കയറാനായി പന്തലും ഇട്ടുകൊടുത്തിട്ടുണ്ട്. ആദ്യ വിളവെടുപ്പ് കഴിഞ്ഞു. ഇത് രണ്ടാമത്തെ കൃഷിയാണ്. ഇപ്പോൾ 2 മാസം കഴിഞ്ഞു. കായ്ച്ചു തുടങ്ങി. ഞാൻ അക്വാപോണിക്സ് കൃഷി പരീക്ഷിച്ച് നോക്കി. അത് വിജയമൊന്നും കണ്ട് കഴിഞ്ഞ 1 വർഷമായിട്ട് അക്വാപോണിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. PVC പൈപ്പ് തുളച്ചിട്ട് അതിൽ മിറ്റിലിട്ട് പയർച്ചെടികളും തക്കാളിയും വെണ്ടയും നട്ട് ആ പൈപ്പിൽ കൂടി തിലാപ്പിയ വിളക്കുന്ന ടാങ്കിൽ മീനിൻ്റെ വെള്ളം പമ്പ് ചെയ്ത് ആണ് ഈ പച്ചക്കറി കൃഷി ചെയ്യുന്നത്. ആദ്യം കൃഷി ചെയ്തപ്പോൾ എനിക്ക് പയറിൽ നിന്ന് ഏതാണ്ട് 200 പയർ ചെടികളും കൃഷി ചെയ്തിട്ട് 200-220 കിലോ പയർ ലഭിക്കുകയുണ്ടായി. അതുപോലെ തക്കാളിയും വെണ്ടയും സമൃദ്ധമായിട്ട് കിട്ടുകയുണ്ടായി. ആദ്യത്തെ ക്രോപ്പ് കഴിഞ്ഞ് രണ്ടാമത്തെ ക്രോപ്പ് ഇപ്പോൾ ചെയ്തിരിക്കുകയാണ്. അതുപോലെ ഒരു 300 തിലാപ്പിയ അതിനകത്ത് വളർത്തി. ഒരെണ്ണം ഏതാണ്ട് 6 മാസം കഴിഞ്ഞപ്പോൾ ഒരെണ്ണം ഏതാണ്ട് 1/2 കിലോ വലുപ്പമായി. അതിന് 150 കിലോ തിലാപ്പിയും എനിക്ക് ലഭിക്കുകയുണ്ടായി. ഇത് ഓരോരുത്തർക്കും അവരവരുടെ കുറവുള്ള കൃഷിക്കാർക്ക് ഇത് ചെയ്തു കഴിഞ്ഞാൽ നാട്ടിലേക്ക് അത്രയും വിഭവങ്ങളും മത്സ്യവും പച്ചക്കറികളും ഉണ്ടാക്കാൻ സാധിക്കും. പോളി ഹൗസിൽ സാധാരണയായി സെൽഫ് പോളിനേഷൻ നടക്കുന്നവയാണ് കൃഷി ചെയ്യുന്നത്. പയറും സലാഡ് വെള്ളരിയുമാണ് ഇതിൽ പ്രധാനമായും കൃഷി ചെയ്യുന്നത്. കീടങ്ങളൊന്നും പോളി ഹൗസിൽ കയറാത്തതുകൊണ്ട് കീടനാശിനികളൊന്നും ഉപയോഗിക്കേണ്ടി വരാറില്ല. അക്വാപോണിക് സമ്പ്രദായമായതുകൊണ്ട് പ്രത്യേക വളപ്രയോഗവും നടത്താറില്ല. മീനിന്റെ വേസ്റ്റ് വെള്ളം പമ്പ് ചെയ്ത് ഈ PVC പൈപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഈ വെള്ളം അരിച്ച് താഴത്തെ ടാങ്കിലേക്ക് വീഴും. വെള്ളം ശുദ്ധീകരിക്കുകയും അതിലുള്ള വളം കൊണ്ട് മാത്രം ചെടി വളരുകയും ചെയ്യുന്നു. 20 വാട്ടിന്റെ ഒരു ചെറിയ മോട്ടോർ ഇതിനു വേണ്ടി ഘടിപ്പിച്ചിരിക്കുന്നു. ഇത്തരം 3 മോട്ടോർ ഇവിടെ ഘടിപ്പിച്ചിരിക്കുന്നു.
ഈ പോളി ഹൗസ് അക്വാപോണിക്സ് കാണാനായി ധാരാളം കർഷകർ ഇവിടെ എത്താറുണ്ട്. ആത്മയുടെ ജില്ലാ പഠന കേന്ദ്രമായതുകൊണ്ട് അവരും കർഷകരുടെ പഠനയാത്രയിൽ ഇതും ഉൾപ്പെടുത്തുന്നു. മീൻ വളർത്തുന്ന ചെലവിൽ പച്ചക്കറി കൂടി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ധനസഹായത്തോടുകൂടി നടപ്പിലാക്കി വരുന്ന കൃഷി വകുപ്പിൻ്റെ വിജ്ഞാന വ്യാപന ഏജൻസിയാണ് ആത്മ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന അഗ്രികൾച്ചർ ടെക്നോളജി മാനേജ്മെൻറ്റ് ഏജൻസി. ശാസ്ത്രജ്ഞരും കർഷകരും തമ്മിലുള്ള ദൂരം കുറയ്ക്കുക എന്നതാണ് ആത്മയുടെ പ്രധാന ദൗത്യം. നൂതന സാങ്കേതിക വിദ്യകൾ കൃഷിക്കാരിൽ എത്തിക്കുക എന്നുള്ള വിവിധ പ്രവർത്തനങ്ങൾ, പരിശീലന പ്രവർത്തനങ്ങൾ, പഠനയാത്രകൾ, ഫാം സ്കൂളുകൾ, വിവിധ പ്രദർശനത്തോട്ടങ്ങൾ എന്നിവയ്ക്കൊപ്പം മറ്റു വിവിധ പ്രവർത്തനങ്ങളും ആത്മ നടത്തി വരുന്നു. ആത്മ എറണാകുളം ജില്ലയുടെ കീഴിൽ മൂവാറ്റുപുഴ ബ്ലോക്കിൽ കല്ലൂർക്കാട് കൃഷിഭവനിൽ ഡിസ്ട്രിക്ട് സ്പെസിഫിക് ആക്ടിവിറ്റി എന്ന പേരിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് പോളി ഹൗസ് അക്വാപോണിക്സ്. കുന്നേൽ ജോയി എന്ന കർഷകനാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. ഇത് കേരളത്തിലെ തന്നെ ആദ്യത്തെ ഒരു സംരംഭമാണ്. അക്വാപോണിക്സ് മീൻ വളർത്തലിനോടൊപ്പം തന്നെ കൃഷി എന്ന ഒരു നൂതന സാങ്കേതിക വിദ്യ നടപ്പിലാക്കുന്നു. അത് ഒരു പോളി ഹൗസിൻ്റെ ഉള്ളിലാകുമ്പോൾ ഏത് കാലാവസ്ഥയിലും കൃഷി ചെയ്യാൻ പാകത്തിന് വിളകൾ ലഭ്യമാകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. വീടിനോട് ചേർന്ന് തന്നെ ഒരു വലിയ ഹാൾ നിർമ്മിച്ച് വലിയ തോതിൽ അലങ്കാര മത്സ്യം വളർത്തുന്നുണ്ട്. ഏഞ്ചൽ, ഗപ്പി, സോട്ട് ടെയിൽ, ഫെദർ, ഫൈറ്റർ, സെവരൻ തുടങ്ങിയവ ഇവയിൽ ഉൾപ്പെടുന്നു. ഇവയ്ക്ക് പ്രത്യേകതരം തീറ്റയാണ് നൽകുന്നത്. കൊഞ്ചുമുട്ടയാണ് ആദ്യം തീറ്റയായി കൊടുക്കുന്നത്. കൊഞ്ചുമുട്ട ഇറക്കുമതി ചെയ്തതാണ്. മുട്ട ക്ലോറിൻ വാട്ടർ ഉപയോഗിച്ച് തൊണ്ട് കളയും. പിന്നീട് ഉപ്പുവെള്ളത്തിൽ 24 മണിക്കൂർ ഇട്ട് വയ്ക്കും. അങ്ങനെ വിരിയുന്ന മുട്ടയാണ് ആദ്യത്തെ തീറ്റയായി നൽകുന്നത്. 15-20 ദിവസം വരെ ഇതുതന്നെയായിരിക്കും ആഹാരം. 20 ദിവസം കഴിഞ്ഞ് ഹാച്ചറി ഫീഡ് 200 മൈക്രോൺ ഉള്ളത് കൊടുക്കും. പിന്നെ വളരുന്നതനുസരിച്ച് ഫുഡ് ഗ്രാന്യൂൾസ് വലുതാക്കിക്കൊണ്ടിരിക്കും. ആറ് വർഷമായിട്ട് അലങ്കാര മത്സ്യ കൃഷി ചെയ്യുന്നയാളാണ്. ഏഞ്ചൽ, ഗപ്പി വെറൈറ്റീസ്, സോട്ടയിൽ, ഫ്ലവറോണ്, ഓസ്കാർ, സെവരം അങ്ങനെ വിധങ്ങളായ മത്സ്യങ്ങൾ കൃഷി ചെയ്ത് അത് എക്സ്പോർട്ടേഴ്സിനും ഹോൾസെയിലേഴ്സിനും ആയിട്ട് വിൽക്കുന്നു. എനിക്കിവിടെ ഇതിനെ സഹായിക്കാൻ എൻ്റെ ഭാര്യ കൂടെയുണ്ട്. അതോടൊപ്പം തന്നെ ഒരു പണിക്ക് വേണ്ടിയിട്ട് ഒരാളും വരുന്നുണ്ട് സാർ. 1.5 HP മോട്ടോർ ഉപയോഗിച്ച് സൂപ്പർ ചാർജർ പ്രവർത്തിപ്പിച്ച് എല്ലാ ടാങ്കിലും ഓക്സിജൻ എത്തിക്കൊടുക്കും.
60 സിമന്റ് ടാങ്കിലും 180 ഗ്ലാസ് ടാങ്കിലുമായി 60,000-ഓളം അലങ്കാര മത്സ്യക്കുഞ്ഞുങ്ങൾ ഇവിടെ വളരുന്നു. ഒരു മാസം ശരാശരി 80,000 രൂപയുടെ മത്സ്യക്കുഞ്ഞുങ്ങളെ ഇവിടെ വിൽക്കാൻ സാധിക്കുന്നുണ്ട്. കല്ലൂർക്കാട് കൃഷിഭവന്റെ കീഴിൽ അക്വാപോണിക്സ് ചെയ്യുന്ന ശ്രീ ജോയ് ജോസഫ് കുന്നേൽ മറ്റെല്ലാവരും അക്വാപോണിക്സ് ചെയ്യുന്നത് പോലെയല്ല അദ്ദേഹം അക്വാപോണിക്സ് ചെയ്യുന്നത്. കാരണം അദ്ദേഹം പോളി ഹൗസിനകത്താണ് അക്വാപോണിക്സ് ചെയ്തു വരുന്നത്. അതിനകത്ത് മീനും പച്ചക്കറിയും ഒരുപോലെ തന്നെ അദ്ദേഹത്തിന് ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കുന്നു. വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറിയും അതുപോലെ തന്നെ മീനും ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ജൈവ രീതിയിലായതുകൊണ്ട് പച്ചക്കറിയും വളരെ നന്നായിട്ട് തന്നെ വരുന്നുണ്ട്. അദ്ദേഹത്തിന് കൃഷിഭവന്റെ കീഴിൽ നിന്ന് 1,75,000 രൂപ സബ്സിഡി ആയിട്ട് കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. കൂടാതെ അദ്ദേഹത്തിന് കോഴി, അതുപോലെ തന്നെ വെച്ചൂർ പശു, അലങ്കാര മത്സ്യങ്ങൾ എന്നിവ അദ്ദേഹം വളരെ നന്നായിട്ട് ചെയ്തു പോരുന്നു. അലങ്കാര മത്സ്യങ്ങളും അദ്ദേഹത്തിന് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഗൈഡൻസോടുകൂടിയാണ് ചെയ്തു വരുന്നത്. വീടിന്റെ മുൻവശത്തായി ധാരാളം ഫലവൃക്ഷങ്ങളും കൃഷി ചെയ്തിരിക്കുന്നു. റംബൂട്ടാൻ, മാംഗോസ്റ്റിൻ, സപ്പോട്ട, ഫിലോസാൻ തുടങ്ങിയവ ഇവിടെ കായ്ച്ചു നിൽക്കുന്നു. റംബൂട്ടാൻ മെയ് ജൂൺ മാസങ്ങളിലാണ് കായ്ക്കുന്നത്. ബാക്കിയുള്ളവ ഇപ്പോൾ കായ്ച്ചു തുടങ്ങി. നൂറ് മുട്ടക്കോഴി മണ്ണുത്തിയിൽ നിന്ന് വാങ്ങിയത് ഇവിടെ വളർത്തുന്നുണ്ട്. നാല് മാസം പ്രായമായി. മുട്ടയിടാറായി. ഒരു ദിവസം പ്രായമായ കുഞ്ഞുങ്ങളെ വാങ്ങിയതാണ്. ഇതോടൊപ്പം 25 കരിങ്കോഴികളുമുണ്ട്. കരിങ്കോഴി 2 മാസം കഴിഞ്ഞതിന് ജോഡിക്ക് 600 രൂപയ്ക്ക് വിൽക്കും. ഇതിന് ഔഷധ ഗുണം കൂടുതലാണെന്ന് ഇവർ അവകാശപ്പെടുന്നു. നെല്ല്, കോഴിത്തീറ്റ ഇവ ആഹാരമായി കൊടുക്കും. മണ്ണുത്തിയിൽ നിന്ന് കുറേ മുട്ടക്കോഴി ഉണ്ടെന്ന് കരിങ്കോഴിയും മുട്ടക്കോഴിയുമായിട്ട് കുറേ കോഴി വളർത്തുന്നുണ്ട്. അതുപോലെ അലങ്കാര കോഴിയും വളർത്തുന്നുണ്ട്. പിന്നെ നാടൻ പശു, വെച്ചൂർ ക്രോസ് ആയിട്ടുള്ള നാടൻ പശു വളർത്തുന്നുണ്ട്. ആ പശു കൊണ്ട് പഞ്ചഗവ്യം ഉണ്ടാക്കി അസുഖമുള്ളവർക്ക് ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ട് പഞ്ചഗവ്യം ഞാൻ എൻ്റെ റിലേറ്റീവ്സിനൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഞാനും അത് ഉപയോഗിച്ചിട്ടുണ്ട്. എൻ്റെ അസുഖങ്ങൾ മാറിയിട്ടുണ്ട്. അതിൻ്റെ ചാണകം, മറ്റ് പശുവിൻ്റെ ചാണകം ഉപയോഗിക്കുന്നത് 10 കിലോ ഉപയോഗിക്കുമ്പോൾ വളമായിട്ട് ഇതിൻ്റെ 1 കിലോ ചാണകം ഉപയോഗിച്ചാൽ അത്രയും സമ്പുഷ്ടമായ വളം കിട്ടും. അതുപോലെ തന്നെ അതിൻ്റെ മൂത്രം, പശുവിൻ്റെ മൂത്രം ചെടികൾക്ക് വളരെ പ്രധാനമാണ്. കീടങ്ങൾ ഉണ്ടാകാതെയും ഒക്കെ സഹായിക്കും. അതുപോലെ എൻ്റെ 5 മാസം പ്രായമായ പശുവിൻ്റെ 5 മാസം ഗർഭസ്ഥമായ പശുവിൻ്റെ മൂത്രമെടുത്ത് ഡിസ്റ്റിൽ ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ പല രോഗങ്ങൾക്കും പരിഹാരമാകും എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്.
വളത്തിനു വേണ്ടി ഒരു നാടൻ പശു വേണം എന്ന് തോന്നിയപ്പോൾ ഒരു വെച്ചൂർ പശുവിനെ വാങ്ങി വളർത്തുന്നു. എന്തു ചെയ്താലും അതിലൊരു വ്യത്യസ്തത വേണം എന്ന് ഇദ്ദേഹത്തിന് നിർബന്ധമുണ്ട്. ഈ വ്യത്യസ്തത ജോയി കുന്നേൽ എന്ന കർഷകന് പ്രശസ്തിയും പണവും നേടിക്കൊടുക്കുന്നു എന്നതിന് ഒരു സംശയവുമില്ല.